സീറ്റിനായി എൽഡിഎഫിൽ സമ്മർദ്ദത്തിനൊരുങ്ങി ജനാധിപത്യ കേരള കോൺഗ്രസും. ഫ്രാൻസിസ് ജോർജിനെ മുന്നിൽ നിർത്തിയാണ് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നീക്കം. കോട്ടയമോ പത്തനംതിട്ടയോ ലഭിച്ചാൽ ഫ്രാൻസിസ് ജോർജിനെ ഇറക്കി വിജയം ഉറപ്പിക്കാമെന്നാണ് പാർട്ടിയുടെ അവകാശവാദം. എൽഡിഎഫിൽ അംഗമായ ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയിലാണ് ജനാധിപത്യ കേരള കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റിൽ മത്സരിച്ചെങ്കിലും വിജയിക്കാനായില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻ പാർലമെന്റ് അംഗമായ മുതിർന്ന നേതാവ് ഫ്രാൻസിസ് ജോർജിനെ രംഗത്തിറക്കിയാൽ ഈ കുറവ് പരിഹരിക്കാം. ഈ കണക്കുകൂട്ടലിലാണ് കോട്ടയമോ പത്തനംതിട്ടയോ ചോദിക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങളെ പരിഗണിക്കുന്നത് സ്വാഭാവികമായി എൽഡിഎഫിന് ഗുണകരമാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ പരിഗണിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇടുക്കിയിൽ പി.ജെ. ജോസഫ് മത്സരിച്ചേക്കുമെന്ന സാധ്യത മുന്നിൽ കണ്ടാണ് പത്തനംതിട്ടയോ കോട്ടയമോ ചോദിക്കാൻ തീരുമാനിച്ചത്. മത്സരിക്കാൻ അവസരം ലഭിച്ചാൽ കേരള കോൺഗ്രസ് എമ്മിലെ അതൃപ്തർ ഒപ്പം ചേരുമെന്നാണ് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ വിശ്വാസം. ജോസഫ് വിഭാഗത്തെ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. പക്ഷെ ആ പ്രസ്ഥാനത്തിലുള്ളവരാണ് ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തി അതിലവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അവർ ധീരമായിട്ടുള്ള ഉറച്ച ഒരു നിലപാട് സ്വീകരിച്ച് ഒരു ഘട്ടത്തിലേക്ക് വരേണ്ടത്. അങ്ങനെ വരട്ടെ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ എടുക്കേണ്ട നിലപാട് അല്ലെങ്കിൽ ഞങ്ങൾ നടത്തേണ്ട ഒരു പ്രതികരണം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും. ഏതായാലും മുന്നണി പ്രവേശനത്തിന് തൊട്ടുപിന്നാലെയുള്ള സീറ്റ് മോഹം സാധിച്ചെടുക്കുക അത്ര എളുപ്പമാവില്ല ജനാധിപത്യ കേരള കോൺഗ്രസിന്. ഫ്രാൻസിസ് ജോർജ് എന്ന സ്ഥാനാർത്ഥി മാത്രം പോരാ എൽഡിഎഫിനെ സ്വാധീനിക്കാൻ. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം.